മലയാളികളെ മാത്രമല്ല വിദേശത്തും പലരെയും ഞെട്ടിച്ച കൊലപാതകങ്ങളിലൊന്നായിരുന്നു മെൽബണിലെ സ്വവസതിയിൽ സാം എബ്രഹാം എന്ന 33-കാരന്റെ മരണം. ഹൃദയാഘാതം മൂലമുള്ള മരണമെന്ന് ലോകം മുഴുവൻ കരുതിയപ്പോഴും ദൈവം അവശേഷിപ്പിച്ച തെളിവുകൾ എന്നതുപോലെ കൊലയാളികളെ വെളിച്ചത്ത് കൊണ്ടുവന്നു. ജീവനുതുല്യം സ്നേഹിച്ച ഭർത്താവിനെ കൊലപ്പെടുത്തി കാമുകനൊപ്പം ജീവിക്കാനുള്ള സോഫിയയുടെ ശ്രമങ്ങൾ അങ്ങനെ ജയിലിൽ ഒതുങ്ങി. ഇത് കേട്ട മലയാളികൾ ഇന്ന് സന്തോഷിക്കുകയാണ്. കൊല നടത്തിയ അരുൺ കമലാസന് 27 വർഷം കഠിന തടവും സോഫിയയ്ക്ക് 22 വർഷം തടവുമാണ് കോടതി വിധിച്ചത്. 18 വർഷം കഴിയാതെ സോഫിയയ്ക്ക് പരോൾ പോലും ലഭിക്കില്ല. ഓസ്ട്രേലിയൻ ജയിലിൽ കഴിയുന്ന സോഫിയെ കാണാൻ ഇപ്പോൾ ബന്ധുക്കൾ പോലും എത്താറില്ല. അരുണിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഭാര്യ ബന്ധം വേർപ്പെടുത്തി പോയിരിക്കുകയാണിപ്പോൾ. ജയിലിൽ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. കാമുകനൊപ്പം ജീവിതം ആഘോഷിക്കാനിറങ്ങിയ സോഫിയ വിഷാദരോഗത്തിന് അടിമയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പലപ്പോഴും അസാധാരണ രീതിയിൽ പെരുമാറുന്ന സോഫിയ ഇപ്പോൾ ജയിലിലെ മനോരോഗ വിദഗ്ധന്റെ ചികിത്സയിലാണ്. പലപ്പോഴും സെല്ലിലിരുന്ന് കരയുകയും പിച്ചുംപേയും പറയുകയും ചെയ്യുന്ന സോഫിയ പതിയെ വിഷാദരോഗത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ അരുണിന്റെ അവസ്ഥയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ഇപ്പോൾ അറിയില്ല. 2015 ഒക്ടോബർ 14 രാവിലെയായിരുന്നു പുനലൂർ സ്വദേശിയും UAE എക്സ്ചേഞ്ച് ജീവനക്കാരനുമായിരുന്ന സാം എബ്രഹാം എന്ന 33-കാരൻ മെൽബണിലെ എപ്പിംഗിലുള്ള വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതം മൂലമുള്ള മരണം എന്നാണ് എല്ലാവരും കരുതിയത്. ഭാര്യ സോഫിയയ്ക്കും 6 വയസ്സുള്ള മകനുമൊപ്പം ഉറങ്ങിക്കിടന്ന സാമിനെ രാവിലെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു എന്നാണ് സോഫിയ പോലീസിനെ അറിയിച്ചത്. ഹൃദയാഘാതം മൂലമാണ് മരണം എന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ സയനൈഡ് ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ മാസങ്ങൾ നീണ്ട രഹസ്യാന്വേഷണത്തിലൂടെയാണ് പോലീസ് സോഫിയും അരുണിനെയും അറസ്റ്റ് ചെയ്തത്. സാമിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഇതൊരു കൊലപാതകമാണെന്ന് സംശയം തോന്നിയ വിക്ടോറിയ പോലീസ് രഹസ്യാന്വേഷണം നടത്തിയതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സാം എബ്രഹാം കൊല്ലപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയൻ പോലീസിന് ഒരു അജ്ഞാത ഫോൺ സന്ദേശം ലഭിക്കുന്നത്. സോഫിയെ നിരീക്ഷിച്ചാൽ കൊലയ്ക്ക് ഉത്തരം കണ്ടെത്താനാകുമെന്നായിരുന്നു സന്ദേശം. ഭർത്താവ് മരിച്ച ദിവസങ്ങൾ കഴിയും മുമ്പേ സോഫിയുടെ കാമുകനുമൊത്തുള്ള കറക്കവും മറ്റും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഭർത്താവ് മരിച്ച ഒരു യുവതിയുടെ ശരീരഭാഷയും മാനസിക ഭാഷയും ആയിരുന്നില്ല സോഫിയിൽ കണ്ടത്. ഈ സാഹചര്യത്തിലായിരുന്നു അജ്ഞാത യുവതിയുടെ ഫോൺ സംഭാഷണം എത്തിയത്. ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം സുഖജീവിതം നയിക്കാമെന്ന സോഫിയുടെയും കാമുകൻ അരുണിന്റെയും പദ്ധതി അതോടെ തകരുകയായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.